കഴിഞ്ഞതിന് പിന്നാലെ ഭരണ തുടർച്ച അവകാശപ്പെട്ട LDFും ഭരണമാറ്റമുണ്ടാകുമെന്നുള്ള ആത്മവിശ്വാസത്തിൽ UDFും സീറ്റ് എണ്ണം കുറഞ്ഞാലും അധികാരത്തിൽ തുടരാനാകുമെന്നുള്ളതാണ് ഇടത് ക്യാമ്പിന്റെ പ്രതീക്ഷ. 100 സീറ്റ് എന്ന മൃഗീയ ഭൂരിപക്ഷമാണ് UDF പ്രതീക്ഷിക്കുന്നത്. നേമം, കഴക്കൂട്ടം മണ്ഡലങ്ങൾ നേടുമെന്നുള്ള പ്രതീക്ഷ BJPയും പങ്കുവയ്ക്കുന്നു. തിരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല എന്നാണ് CPM LDF വിലയിരുത്തുന്നത്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് അത്രയധികം സീറ്റുകൾ നേടാൻ കഴിഞ്ഞില്ലെങ്കിലും നേരിയ ഭൂരിപക്ഷത്തോടു കൂടി ഭരണം മൂന്നാമതും പിടിക്കാൻ കഴിയുമെന്നും കണക്കുകൂട്ടുന്നു. ഒപ്പം തന്നെ CPM വിട്ട് കോൺഗ്രസിനോടൊപ്പം ചേർന്ന് മത്സരിച്ച ആരും തന്നെ ജയിക്കില്ല എന്നുള്ളതാണ് പ്രാഥമികമായി വിലയിരുത്തപ്പെടുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വീണ്ടും ഭരണ തുടർച്ചയിലേക്ക് വരും. UDFിന് അനുകൂലമായി ന്യൂനപക്ഷ ഏകീകരണം എന്തിനു വേണ്ടിയാണ് ഉണ്ടാകുന്നത്? ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടായി എന്നുള്ള അഭിപ്രായം എനിക്കില്ല. വരും ദിവസങ്ങളിൽ ബൂത്ത് തലം മുതൽ ഉള്ള കണക്കുകൾ എടുക്കും. അതിനുശേഷമായിരിക്കും ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും വിശദമായ ചർച്ചകളിലേക്ക് നടക്കുന്നത്. നാളെയും മറ്റന്നാളുമൊക്കെയായി CPMന്റെയും CPIയുടെയും എല്ലാം നേതൃയോഗം നടക്കുന്നുണ്ട്. അതിനുശേഷം ഔദ്യോഗികമായി തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളമുള്ള നിലപാട് പാർട്ടി വ്യക്തമാക്കും. 4-ാം തീയതി വോട്ടെണ്ണുമ്പോൾ മികച്ച ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേക്ക് തിരികെ എത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് UDF ക്യാമ്പ് പങ്കുവയ്ക്കുന്നത്. ബൂത്തുകളിൽ നിന്നും ശേഖരിച്ച കണക്കുകൾ കൂട്ടിയും കിഴിച്ചും നേതാക്കൾ പറയുന്നത് 80 സീറ്റ് ഏറ്റവും കുറഞ്ഞത് വിജയിക്കാനാകുമെന്നുള്ളതാണ്. മലപ്പുറം ജില്ലയിൽ സമ്പൂർണ്ണ ആധിപത്യമാണ് UDF പ്രതീക്ഷിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ ഒരു തിരിച്ചുവരവും. എറണാകുളം ജില്ലയിലും ആധിപത്യം തുടരാനാകുമെന്നാണ് നേതൃത്വം പ്രതീക്ഷിക്കുന്നത്. കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ ശക്തമായ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന കാര്യവും നേതാക്കൾ പറയുന്നു. കഴിഞ്ഞ തവണ കൈവിട്ടുപോയ ന്യൂനപക്ഷ വോട്ടുകൾ ഇത്തവണ അനുകൂലമായി ഏകീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് UDF വിലയിരുത്തുന്നത്. ഞങ്ങൾക്ക് തുടക്കം മുതലേ തന്നെ വിജയപ്രതീക്ഷയുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ 2005 മുതൽ ഞങ്ങളുടെ കൂടെ ഇല്ലാതിരുന്ന നിരവധി വിഭാഗങ്ങൾ UDFനും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വലിയ തോതിലുള്ള ഒരു സോഷ്യൽ ബാക്കപ്പ് സാമൂഹ്യമായി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ദളിത് സംഘടനകൾ ഉൾപ്പെടെയുള്ള ഒരു വലിയ വിഭാഗം UDFനെ പിന്തുണച്ചിട്ടുണ്ട്. സർക്കാരിനെതിരായ വികാരം തിരഞ്ഞെടുപ്പിൽ അലയടിച്ചിട്ടുണ്ടെങ്കിൽ BD സതീശൻ പറയുന്ന 100 സീറ്റിലേക്ക് വരെ എത്തിയേക്കാമെന്ന് പ്രതീക്ഷ പങ്കുവയ്ക്കുന്ന നേതാക്കളും കോൺഗ്രസിലും UDFിലുമുണ്ട്. 100 സീറ്റിലധികം ജയിക്കും എന്നുള്ള ടീം UDFിൻ്റെ പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് യാഥാർത്ഥ്യമാവും എന്ന് തന്നെയാണ് ഞങ്ങളെല്ലാം വിശ്വസിക്കുന്നത്. കാരണം അതനുസരിച്ചിട്ടുള്ള ഒരു അനുകൂലമായ ഒരു തരംഗം ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ദൃശ്യമായി അനുഭവിക്കാനിടയായി. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് കഴിഞ്ഞ അവസരത്തിലെ പ്രാഥമിക വിലയിരുത്തലിൽ BJPയുടെ വിജയപ്രതീക്ഷ മുഴുവൻ നേമം, കഴക്കൂട്ടം മണ്ഡലങ്ങളെ കേന്ദ്രീകരിച്ചാണ്. ഊട്ടിയ നേമം അക്കൗണ്ട് തുറക്കാൻ കഴിയുമെന്ന ഉറച്ച പ്രതീക്ഷയിൽ തന്നെയാണ് BJP. നേമത്ത് കോൺഗ്രസ് വോട്ട് വർദ്ധിപ്പിച്ചാൽ ഭീഷണിയുണ്ട്. എന്നാൽ മുസ്ലിം വോട്ടുകൾ ഭിന്നിച്ചുവെന്നാണ് BJPയുടെ വിലയിരുത്തൽ. LDFന് കൂടുതൽ മുസ്ലിം വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട്. ടേൺ ഔട്ട് കാണുമ്പോൾ ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ആ മാറ്റത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ മാറ്റം വേണം എന്ന് അവരെന്നെ ഏറ്റെടുത്തിരിക്കുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ ഒരു അസസ്മെൻറ്റ്. കഴക്കൂട്ടത്ത് V മുരളീധരൻ 2000 വോട്ടിന് വിജയിക്കുമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. അവിടെയും കോൺഗ്രസ് കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ വോട്ട് കുറച്ചാണ് നേടുന്നെങ്കിൽ കണക്കുകൾ തെറ്റും. 30,000-ത്തിലൊക്കെ താഴെ പോയി എന്നിരിക്കട്ടെ. അപ്പോൾ പ്രവചനാതീതം. നിർജീവമായിരുന്ന ധാരാളം ആളുകൾ ശരത്ചന്ദ്ര പ്രസാദ് വന്നപ്പോൾ വീണ്ടും ഇറങ്ങി എന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടിയ ഒരു ഫീഡ്ബാക്ക്. അപ്പോഴും LDFിൽ നിന്ന് വോട്ടുകൾ BJPയിലേക്ക് എത്തുമെന്ന് BJP കണക്ക് കൂട്ടിയിട്ടുണ്ട്. പാലക്കാട് മണ്ഡലത്തിൻ്റെ കാര്യമെടുത്താൽ LDFനും UDFനുമായി ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിച്ചിട്ടുണ്ടെങ്കിൽ BJPക്ക് വിജയപ്രതീക്ഷയുണ്ടെന്ന് പാർട്ടി വിലയിരുത്തുന്നു. ഇതുകൂടാതെ പുതിയതായി ചേർത്ത 5000 വോട്ടുകൾ അത് BJPക്ക് ലഭിച്ചാൽ പാർട്ടിക്ക് അവിടെ വിജയിച്ച് കയറാമെന്ന് കണക്ക് കൂട്ടുകയാണ്. മഞ്ചേശ്വരത്ത് വലിയ വിജയപ്രതീക്ഷ BJP പുലർത്തുന്നില്ല. 85,000-ഓളം ഹിന്ദു വോട്ടുകളുള്ളതിൽ 70,000-ഓളം വോട്ടും BJPക്ക് നേടാനായാലും മുസ്ലിം വോട്ടുകൾ 1,03,000-ഓളം ഉണ്ട്. അത് ഭിന്നിച്ചു പോയില്ലെങ്കിൽ അവിടെ വിജയപ്രതീക്ഷ തീരെയില്ല. ചാത്തന്നൂരിലെ മുസ്ലിം വോട്ടുകൾ CPIക്ക് അനുകൂലമായി ഏകീകരിക്കാതെ ഭിന്നിച്ചാൽ BB ഗോപകുമാറിലൂടെ BJP കൊല്ലത്ത് അക്കൗണ്ട് തുറക്കും. കാട്ടാക്കടയിലും ആറ്റിങ്ങലിലും 2ാം സ്ഥാനത്തിന് അപ്പുറത്തേക്കുള്ള മുന്നേറ്റമൊന്നും BJP നേതൃത്വം വിലയിരുത്തുന്നില്ല. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.